ഹായ് മിറക്കൽ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഡ്രീംസ് നേടിയെടുത്തു എന്നതാണ്. മാനിഫെസ്റ്റേഷൻ എന്നത് വളരെ ഈസിയായ ഒരു പ്രോസസ്സാണ്, ബട്ട് വളരെ വലിയൊരു പ്രോസസ്സ് കൂടിയാണ്. ആ വലിയൊരു പ്രോസസ്സിൽ ഓരോ പോയിന്റ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ പോയിന്റ്സുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു പോയിന്റ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മൾക്ക് എങ്ങനെ ഈസിയാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ അറിയുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതായത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂൾസുകൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇതുപയോഗിച്ച് ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുകൾ, എൻ്റെ സ്റ്റുഡൻസ്, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെല്ലാം അവരുടെ ലൈഫിലെ പല ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ അറിയേണ്ട റൂൾസുകൾ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അതേസമയം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സ് ആണെങ്കിൽ തന്നെയും അതിൽ 7 പോയിന്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഇതിൽ ഓരോ പോയിന്റുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് കണക്റ്റഡ് ആണ്. ഒരു പോയിന്റിനെ നമ്മൾ മിസ് ചെയ്താൽ തന്നെയും നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർഫുൾ ആകണമെന്നില്ല. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷനെ വളരെയധികം പവർഫുള്ളും എഫക്റ്റീവുമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അറിയേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ. മാനിഫെസ്റ്റേഷനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 റൂൾസ് ഉണ്ട്. ഈ 7 റൂൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഈ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ പല ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്കും അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ഈസിയാക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരുപാട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആളുകൾ തന്നെയും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടാണ് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ്റെ പ്രധാന സ്റ്റെപ്പുകളിലേക്ക് പോകാം. ആദ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ 1, അതായത് റൂൾ ഓഫ് ക്ലാരിറ്റി. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ബോധമുണ്ടായിരിക്കണം, തോട്ട് ഉണ്ടായിരിക്കണം, വിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു കാറ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു കാറ് വേണമെന്ന് മാത്രമാണോ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങളൊരു ബ്രാൻഡ് ഓർക്കുമോ? എനിക്ക് ഫോർഡ് കാർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഓഡി കാർ വേണം. ബ്രാൻഡാണോ ഓർക്കുന്നത്? അതോ നിങ്ങളൊരു കളറാണ് ഓർക്കുന്നത്? റോയൽ ബ്ലൂ കളർ വേണം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വേണം. നിങ്ങൾ എങ്ങനെയാണ് ഓരോ ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത്, അതായത് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ കളറ്, അത് എങ്ങനെയുള്ള മോഡൽ, ഏത് വർഷം ഇറങ്ങിയ മോഡല്, പെട്രോളാണോ ഡീസലാണോ, ഏത് ടൈപ്പ് വണ്ടി, അതോ അല്ലെങ്കിൽ ഇലക്ട്രിക് ആണോ, ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം നിങ്ങളുടെ ആഗ്രഹത്തിന്. ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ സക്സസ് ആവുക എന്നാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഒരു ലൂസായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അതായത് സക്സസ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ഒരുപാട് പൈസ ബാങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സക്സസ് ആണെന്ന് തോന്നും. ചിലർക്ക് അവരുടെ കരിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർ സക്സസ് ആണെന്ന് തോന്നും. ചിലർക്കാണെങ്കിലോ അവരുടെ കുടുംബം, എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവരുടെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് സക്സസ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ക്ലിയർ അല്ല. നിങ്ങൾ യൂണിവേഴ്സിനോട് സക്സസ് ആവാനാണ് പറയുന്നത്, പക്ഷെ യൂണിവേഴ്സിന് അറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണ് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ യൂണിവേഴ്സ് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് കരിയറിൽ പെട്ടെന്ന് അച്ചീവ്മെന്റ് തരും, പക്ഷെ നിങ്ങൾക്ക് സക്സസ് ആയൊരു ഫീൽ ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങളുടെ ഡെഫിനേഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതിനെ വളരെയധികം ക്ലിയർ ആയിട്ട് ആലോചിക്കുക. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് ബിലീഫ്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രപഞ്ചത്തിനോട്, യൂണിവേഴ്സിനോട്, ദൈവത്തിനോടുള്ള വിശ്വാസത്തിൽ ഒരു രീതിയിലുള്ള ഡൗട്ടും ഉണ്ടാകാതിരിക്കുക. നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്,
നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് കാണും, ഈ വ്യക്തി എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ പറ്റില്ലയോ. അത് വളരെ വലിയൊരു ഡൗട്ടാണ്. ആ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാതെ വരും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിനെ വിശ്വസിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ദൈവത്തിനെ വിശ്വസിക്കുക. നിങ്ങൾ കൊടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം യൂണിവേഴ്സ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കാഡ്ബറീസ് വേണം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വേണം എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അത് വാങ്ങിച്ചു തരുമോ, അത് വാങ്ങിച്ചു തരുമോ എന്ന്? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വേണം എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ലോകത്തേക്ക് പോകും. അവർക്കറിയാം, അത്രയ്ക്ക് നിങ്ങളിലുള്ള വിശ്വാസമുണ്ട്, നിങ്ങൾ വരുമ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കും എന്നവർക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു വിശ്വാസമാണ് പ്രപഞ്ചത്തിനോട് ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് അലൈൻമെന്റ്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ആക്ഷനും എല്ലാം അലൈൻ ആണോ എന്ന് നിങ്ങൾ നോക്കുക. ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഡയറക്ഷനിലേക്കല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളത് ഓൾറെഡി നടന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പുറത്തേക്ക് കാണിക്കുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഫീലിങ്സ്, അതായത് എനിക്കൊരു ജോലി കിട്ടണം എന്ന് നിങ്ങൾ കിട്ടി എന്നതിന് നന്ദി യൂണിവേഴ്സിനോട് പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരാളോട് പറയുകയാണ് എനിക്ക് നല്ലൊരു ജോലി കണ്ടുപിടിക്കണം, എങ്ങനെ കണ്ടുപിടിക്കും തരത്തിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് പോലെയാകും. അതായത് നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിനോട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അതായത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലി തന്നതിന് നന്ദി എന്ന്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു തോട്ടുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല, ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടിരിക്കും. യൂണിവേഴ്സ് വളരെയധികം ഡൗട്ടിലായിരിക്കും. വെച്ചാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ നന്ദിയും പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇല്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് പിന്നെ അങ്ങോട്ട് ഫുള്ളും ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും, അതായത് ഒരു ഡൗട്ട്ഫുൾ സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. അടുത്തതായി റൂൾ ഓഫ് സറണ്ടർ. നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ആ തോട്ടിനെ ലെറ്റ് ഗോ ചെയ്യുകയാണ് വേണ്ടത്. അതായത് യൂണിവേഴ്സിന് സമർപ്പിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്കതിന് ഉള്ള മറുപടി തരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടിത്തരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നിങ്ങളൊരു കൊറിയർ അയച്ചു, ഒരു കൊറിയർ കമ്പനിയെ വിളിച്ചു, നിങ്ങളുടെ കുറച്ച് സാധനങ്ങൾ അവർക്ക് കൊറിയർ അയച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ കൊറിയർ കറക്റ്റായിട്ട് എത്തിച്ചേരേണ്ടടുത്ത് അവർ എത്തിച്ചേർത്തിരിക്കും എന്നൊരു വിശ്വാസത്തിലല്ലേ നിങ്ങൾ വീട്ടിൽ വരുന്നത്? അതോ നിങ്ങൾ വീണ്ടും അവരെ ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുമോ കൊറിയർ എവിടെയായി, നിങ്ങൾ അയക്കുന്നുണ്ടോ? അവരൊരു സമയം നിങ്ങൾക്ക് പറയല്ലേ, കൊറിയർ അയക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് അവിടെ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ 3 ദിവസം അവരെ വിളിക്കുകയോ ഇല്ല. അതായത് നിങ്ങൾക്കറിയാം 3 ദിവസത്തിനുള്ളിൽ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ യൂണിവേഴ്സിൽ ഒരു വിശ്വാസം സമർപ്പിക്കുക. നിങ്ങളൊരു നിങ്ങളുടെ ഒരു ആഗ്രഹം യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ജോലി, ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി അടുത്ത മാർച്ചിനുള്ളിൽ കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഈ മാർച്ചിൽ ഞാൻ ആഗ്രഹിച്ച ജോലി നേടിത്തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ മാർച്ച് വരെ ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിനോട് ചോദിക്കൂ? ഇല്ല. അപ്പോൾ അത് നിങ്ങൾ സറണ്ടർ ചെയ്യുക. അതായത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒരു തോട്ടിനെ 17 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലെറ്റ് ഗോ ചെയ്യുക. അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അടുത്ത റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ലൈഫിലുള്ള ഏതൊരു ചെറിയ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വളരെയധികം നന്ദിയുള്ളവരായിരിക്കണം. നന്ദി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ നമ്മളുടെ ഏതൊരു കാര്യത്തിനും നമ്മൾ നന്ദി പറയുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ യൂണിവേഴ്സിന് എന്ത് തോന്നും? ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഇവന്റെ ലൈഫിലേക്ക് കൊടുക്കാമെന്ന് തോന്നും, അല്ലെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ.
നിങ്ങൾക്ക് ഒരാളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ, അവർ ഓരോ ഹെൽപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ നന്ദി അവരോട് പറയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ സ്ഥാനത്തുനിന്ന് നോക്കിക്കേ, നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, അവർ നിങ്ങളോട് നന്ദി പറയുന്നു. അവരങ്ങനെ നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും അവരോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് തോന്നും അല്ലേ? അപ്പൊ നന്ദി പറയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും, ഇത്രയും വലിയൊരു ഉപകാരം ഞാൻ ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒരു നന്ദി പോലും പറയാത്ത ഒരാൾക്ക് ഇനി ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചിന്തിക്കും അല്ലേ? അതുപോലെയാണ് യൂണിവേഴ്സും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഈ നന്ദി നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളായിരിക്കും. നിങ്ങളപ്പോൾ പറയും, മാഡം ഞാനൊരു വാടക വീട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ആ തെരുവിൽ കഴിയുന്നവരെ ഓർത്തു നോക്കി, അവർ മഴയത്തും വെയിലത്തും എല്ലാം ഒരു മേൽക്കൂരയില്ലാതെയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് വാടകയ്ക്കായാലും ഒരു വീടുണ്ട്, നിങ്ങൾ സേഫാണ്, പല കാര്യങ്ങളിൽ നിന്ന് സേഫാണ്. അപ്പോൾ അതിനുള്ള നന്ദി പ്രകടിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് സെൽഫ് ലവ്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ വേറൊരാൾ സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കും? ആദ്യം നിങ്ങളെ സ്നേഹിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ തനിയെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പോസിറ്റീവായ ഒരു പാർട്ട്ണറിനെ കിട്ടുന്നത് അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ആദ്യം സ്നേഹിക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പലരും ക്ലാസ്സിന് വരുമ്പോൾ പറയാറുണ്ട്, മാഡം എനിക്ക് കളർ കുറവാണ്, മാഡം എനിക്ക് നീളം, എൻ്റെ ഹൈറ്റ് കുറവാണ്, എനിക്ക് വളരെയധികം വണ്ണമുണ്ട്, എനിക്ക് മുടിയില്ല, എൻ്റെ ചുരുണ്ട മുടിയാണ്. അങ്ങനെ പല പല കുറവുകളിലാണ് പലരും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, കാലിന് വേദന എന്ന് കരയുമ്പോൾ നിങ്ങൾ കാലില്ലാത്തവനെ ഓർക്കണം എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിറമില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത്, അതായത് നിങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങളുള്ള ഒരാളെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു ഹെൽത്ത് ഇല്ലേ, അത് വലിയൊരു കാര്യമല്ലേ? അതുപോലെ നിങ്ങൾക്ക് മുടിയില്ലെന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം കഴിവുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ പഠിക്കുവാൻ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ വളരെയധികം പെയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ കഴിവുകൾ മറ്റൊരാൾക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകളിൽ നിങ്ങൾ വളരെയധികം സന്തോഷവാനും വളരെയധികം വിശ്വാസവും ഉള്ളതായിരിക്കണം. ഈ കുറവുകൾ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പലതും സത്യത്തിൽ കുറവുകളല്ല. എന്നിരുന്നാൽ പോലും ഇതൊക്കെ നമ്മൾക്ക് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടും വളരെയധികം പൂർണ്ണതയോടും കൂടിയാണ്, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ സ്നേഹിച്ചു നോക്കൂ. ഈ ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളിലേക്ക് ഒരു ലോകത്തിന്റെ ഒരു പ്രപഞ്ചത്തിനത്രയോളം സ്നേഹം പലരിൽ നിന്നും കിട്ടുന്നതായിരിക്കും. റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടും എങ്ങനെയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ളവരെങ്ങനെയാണ്, അതുപോലെയായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളവരും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സഹവസിക്കുക. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഫ്രണ്ട്സ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതവും വളരെയധികം പോസിറ്റീവായ രീതിയിൽ ഉയരുന്നതായിരിക്കും. വളരെയധികം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ഫ്രണ്ടാണ് നിങ്ങൾക്കുള്ളത് എന്നുവെച്ചാൽ അവരവരുടെ റൂം എപ്പോഴും മെസ്സി ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വളരെ വൃത്തിയുള്ളൊരു വ്യക്തിയുമാണ്. നിങ്ങൾ ആ ഒരു ഫ്രണ്ടുമായി സഹവസിച്ച് നിങ്ങൾക്ക് ആദ്യമൊക്കെ അയ്യേ ഈ റൂം എന്താ എങ്ങനെ കിടക്കുന്നതെന്ന് തോന്നും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് നോർമലായിട്ട് തോന്നും. പിന്നെ പതിയെ നിങ്ങൾ എന്ത് ചെയ്യും, അതേപോലെ മെസ്സി ആയിട്ട് മാറാൻ തുടങ്ങും. അതായത് വൃത്തിയൊന്നും ഇല്ലാത്ത രീതിയിലെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്ന ഒരു മുറിയായിരിക്കും നിങ്ങളുടേതും. അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടത്? അതേ സമയത്ത് ജീവിതത്തിലേക്ക് മുന്നേറ്റ് പോകണം, എനിക്ക് ഉയരണം, ഇനിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ഉയർന്നു കാണിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ വളരെയധികം ഉയർച്ചകൾ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങൾ സഹവസിച്ചാലോ നിങ്ങളുടെ ചിന്തകളും ആ ഒരു രീതിയിലാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്സ് എങ്ങനെയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. പോസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കണം, അതേപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന ജീവിത വിജയത്തിലേക്ക് നോക്കുന്ന ആളുകളായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഈ 7 റൂൾസും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിന് ഒരു ഡൗട്ടും വേണ്ട.
അതിന് ഒരുപാട് പേര് അതിനുള്ള ഒരു എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. ഒരുപാട്, ഞാൻ പറയുന്നത് എന്താണ് കേൾക്കുന്നത്, ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെ അവരുടെ ഇന്റർവ്യൂസിനകത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മാനിഫെസ്റ്റ് ചെയ്തതാണ് പലതും. ചില സിനിമകൾ അവർ മാനിഫെസ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ ചില അച്ചീവ്മെന്റ്സുകൾ അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ വളരെ വലിയ ആഗ്രഹങ്ങളെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമന്റ് സെക്ഷനകത്ത് എഴുതുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് സെഷൻസിനകത്ത് പങ്കെടുക്കണം എന്നുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിനകത്ത് ടെക്സ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.